ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് +1 മാത്തമാറ്റിക്സിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒരു പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. സോ ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് അത് കാണാം. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു 5-6 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സമയം കളയാണ്ട് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കും. ഇനി വരുന്ന ചാപ്റ്ററാണ് നമ്മുടെ ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ലീനിയർ ഇനീക്വാലിറ്റീസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഒരു നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുക. ഇത് മാത്രമാണ് നമുക്കുള്ളൂ. വേറെ ഒന്നും നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസസ് ചോദിച്ച് കണ്ടിട്ടില്ല. വളരെ സിമ്പിളാണ്, മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും ഒക്കെ എളുപ്പമാണ്. വേറെ അതർ പോർഷൻസ് എല്ലാം ഡിലീറ്റഡ് ടോപ്പിക്സ് ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സോ ബേസിക്കലി ലീനിയർ ഇനീക്വാലിറ്റീസ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് അത്യാവശ്യം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ പാസ്സാവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്തായാലും നോക്കി പോകാവുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. കാരണം മാക്സിമം നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് തന്നെ പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് സോൾവ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസസ് ഒക്കെ ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി അടുത്താണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഒത്തിരി പിള്ളേർക്ക് എപ്പോഴും ടഫായിട്ടും ഡൗട്ടായിട്ടും ഒക്കെ വരുന്നൊരു ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ. ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്കും ഭയങ്കര ടഫായിട്ടുള്ളൊരു ചാപ്റ്ററായിരുന്നു ഈ ഒരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെസണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ CR എങ്ങനെയാണ് കാണുക, NPR എങ്ങനെയാണ് കാണുക, NCR എങ്ങനെയാണ് കാണുക എന്നുള്ളത് പഠിക്കണം. N ഫാക്ടോറിയൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് പഠിക്കണം. അതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം, സീറോ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. പിന്നെ കുറച്ച് എന്താ പറയുക, ക്വസ്റ്റ്യൻസിന് വരാനായിട്ട് ചാൻസ് ഉള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ടേമാണ് NCA = NCB എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എയും ബിയും ഈക്വൽ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ A+B ആയിരിക്കും നമുക്ക് N കിട്ടുക എന്നുള്ള ഒരു രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഫോമാറ്റിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് മെയിനായിട്ട് വരുന്ന ഫോർമുലാസ് ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് കൂടി ഞാൻ ഈ ഒരു സൈഡിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാനായിട്ട് മറക്കരുത്. പിന്നെ അതിൽ ചോദിക്കുന്നതാണ്, ഒരു വേർഡ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു വേർഡ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ റോസ് എന്ന് വെച്ചിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെ നമുക്ക് എത്ര തരത്തിൽ വേർഡ്സ് ലെറ്റേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഒരു പൊസിഷനിൽ നമ്മൾ ഇന്നൊരു ലെറ്റർ ഫിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കി എത്ര നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അതൊന്ന് പോസിബിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസസ്. അതിൻ്റെ എല്ലാം എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഒക്കെ ആയിട്ട് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം. നിങ്ങൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള മാത്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് തന്നെ വർക്കൗട്ട് ചെയ്യാം. മിസ്സലേനിയസ് വലിയ രീതിയിൽ നോക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ എക്സസൈസ് ആൻഡ് എക്സാമ്പിൾസ് പ്രോബ്ലംസ് തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ മതിയാവും. സോ പ്ലീസ് ഫോക്കസ് ഓൺ ദാറ്റ്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വരുന്നതാണ് കാർഡിൻ്റെ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ കാർഡ് എത്രയുണ്ട്, ടോട്ടൽ 52 കാർഡാണ്. അതിൽ 23 റെഡ്, 23 ബ്ലാക്ക് ആണ്. ആ ഒരു കാര്യങ്ങൾ ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതൊക്കെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വി കം ടു ദ ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് ഈ ഒരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ NC0 NC1 എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കുറച്ച് 1-2 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കും. അതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് നിങ്ങൾക്ക് ഒരു A+B⁵5 വരെ, അല്ലെങ്കിൽ മാക്സിമം ഒരു 6 വരെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിൽ നിന്നും കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+B⁴ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ആ 2 ഫോർമുലാസാണ് നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അതും ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കാം. പിന്നെ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് രണ്ടും ഞാനിത് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന, മോസ്റ്റ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ പ്ലീസ് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാം. ആൻഡ് നെക്സ്റ്റ് വി കം ടു കോണിക് സെക്ഷൻസ്. അപ്പോൾ ഈ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരാബോള, ഹൈപ്പർബോള, എലിപ്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കുറേ ഫിഗേഴ്സ് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ബേസിക്കലി ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം. അതായത്
എന്താണ് പരാബോളയിൽ ഏതൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ y² = 4ax, y² = -4ax ഉണ്ട്, x² = 4ay, x² = -4ay ഉണ്ട്. അപ്പോൾ ഈ 4 വരുമ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിഗർ വരുന്നത്, അതിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫോക്കസ് എങ്ങനെയാണ് വരുന്നത്, വെർട്ടെക്സ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എലിപ്സ് നിങ്ങൾക്ക് 2 ഉള്ളത്, അതിലും എങ്ങനെയാണ് വരുന്നത്, മേജർ ആക്സിസ് മൈനർ ആക്സിസിൻ്റെയൊക്കെ ലെങ്ത്ത് കാണാനുള്ള ഫോർമുല, പിന്നെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ കാണാനായിട്ടുള്ള ഫോർമുല, വേർട്ടിസസ് എങ്ങനെയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ളത്, ഫോക്കസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഫോക്കായി കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ബേസിക്കലി ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമാണ്, അത് വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 2 ഹൈപ്പർബോളയുണ്ട്, അതിനകത്തും ഇതേ രീതിയിൽ എലിപ്സും ഹൈപ്പർബോളയും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറി പോവാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു പഠിക്കണം. കാരണം സീൻ്റെയൊക്കെ ഇക്വേഷനിൽ ചെറിയൊരു സൈൻ മാറിയാൽ തന്നെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ അതിൻ്റെ വൃത്തിയായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു തിയറി പാർട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാം കറക്റ്റായിട്ട് വരച്ച് ഹൈപ്പർബോർഡ് 4 വരച്ച് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെല്ലാം ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. വരുന്നതാണ് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിലും nth ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, സം ഓഫ് n നമ്പേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അത് 6 1 ഗ്രേറ്റർ ആയിട്ട് വരുമ്പോഴും 6 1 ലെസ് ആയിട്ട് വരുമ്പോഴും കണ്ടുപിടിക്കാൻ രണ്ടും 2 ഫോർമുലയാണ്. അതുപോലെ തന്നെ അരിത്തമാറ്റിക് മീനും ജോമെട്രിക് മീനും എങ്ങനെയാണ് കണ്ടുപിടിക്കുക, കോമൺ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആ ഫോർമുലാസ് എല്ലാം കൊടുക്കാം. സാമ്പിളായിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം എളുപ്പമുണ്ടാകുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ തരുന്ന സമയത്ത്, അതായത് നമുക്ക് ജസ്റ്റ് വെറുതെ കുറേ നമ്പേഴ്സ് മാത്രം കോമ ഇട്ട് തരുന്ന സമയത്ത് അതിൽ നിന്ന് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒരു സെറ്റ് ഉണ്ട്, അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഹെഡിങ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം, ഇവിടെ കൊടുക്കുന്ന സ്ക്രീൻഷോട്ടിൻ്റെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, അതുപോലെ തന്നെ അടുത്തത് ഗ്രൂപ്പ്ഡ് ഡാറ്റ ഒക്കെ ആയിട്ട് മാറി മാറി വരുന്നുണ്ട്. ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഡാറ്റ വരുന്നുണ്ടാവുക ജസ്റ്റ് ഒരു ടാബുലർ ഫോമിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീക്വൻസിയും കൂടെ തരും, അതായത് x1, അതായത് കുറച്ച് നമ്പേഴ്സ് തരുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീക്വൻസി കൂടെ തരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കേണ്ട ഫോർമുലാസ് ഇതൊക്കെയാണ്, നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അതേപോലെ തന്നെ ഇനി അടുത്തത് വരുന്നതാണ് മീഡിയൻ കണ്ടുപിടിക്കാൻ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വരുന്നതാണ് മീഡിയൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൻ്റെയും ഫോർമുല ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് അടുത്തത് വരുന്നതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അത് ഇതിൽ നിന്നും വേറെ ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഗ്രൂപ്പ്ഡിലും അൺഗ്രൂപ്പ്ഡിലും പറയാത്തൊരു സാധനം ഇവിടെ വരുന്നുണ്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരു ടേം വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇതേ രീതിയിലുള്ള മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതിൽ നിന്നും തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് തരുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് അതിൽ ക്ലാസ്സും ഫ്രീക്വൻസിയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൂടെ ഉണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് വേറെയാണ് ഫോർമുല വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ളത് വേറെയാണ് വരുന്നത്. അപ്പോൾ മീഡിയനും മീൻ ഡീവിയേഷനും രണ്ടും 2 ആണ്. അപ്പോൾ അങ്ങനെ പല പല ഫോർമുലാസ് വരുന്നൊരു ചാപ്റ്ററാണ് ഇത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് തന്നെ ആ ഒരു ഫോർമുലാസൊക്കെ പഠിച്ചിരിക്കുക, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 2 വീഡിയോ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും 1-2 ചാപ്റ്റേഴ്സും കൂടെ ഞാൻ ഫില്ല് ചെയ്യാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തായാലും നമ്മൾ പാർട്ട് 3 ആയിട്ട് നെക്സ്റ്റ് തന്നെ ഉടനെ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, എന്നാലാണ് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കാണാനായിട്ട് പറ്റുള്ളൂ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാം. ബൈ.